എല്ലാവർക്കും നമസ്കാരം. ഒരു ഉപമ പറയാം. രണ്ട് പട്ടികൾ ചേർന്ന് ഒരു പുഴയിൽ നിന്ന് ഒരു വലിയ മീനിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ തമ്മിൽ എങ്ങനെ വീതം വെക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു, തർക്കമായി. തർക്കം മുറുകി കഴിയുമ്പം ഒരു ചെന്നായ വന്ന് ഇത് വീതം വെക്കാൻ വേണ്ടി ഇവരെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മീൻ അങ്ങോട്ട് മേടിച്ചിട്ട് ഇതിൻ്റെ തലയും ചെതുമ്പലും എല്ലാം കൂടെ ഒരുത്തിന് പറിച്ചു കൊടുത്തു. വാലും ഇതിൻ്റെ അകത്തെ കുടലും എല്ലാം കൂടെ വേറൊരുത്തിന് പറിച്ചു കൊടുത്തു. അങ്ങനെ അവന്മാരെ രണ്ടുപേരെയും രണ്ട് ഭാഗങ്ങൾ കൊടുത്തിട്ട് നടുഭാഗം നല്ല ഭാഗമായിട്ട് ആ ചെന്നായി കൊണ്ടുപോയി തിന്നു എന്ന് നമ്മൾ ഒരു ഉപമ സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും പലയിടത്തും വായിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റായിരുന്നല്ലോ ഇന്നലെ 29-ാം തീയതി രാവിലെ 9 മണി മുതൽ ധനമന്ത്രി അത് അവതരിപ്പിച്ചു. അതിനകത്ത് ധനമന്ത്രി സമ്മതിച്ച ഒരു കാര്യമുണ്ട്. സംസ്ഥാനത്തിന് 1.83 ലക്ഷം കോടി വരുമാനമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാലങ്ങളിലൊക്കെ മനസ്സിലാക്കുന്നത് പോലെ 2 ലക്ഷം കോടി രൂപ വരുമാനമുണ്ട്. ഈ മുട്ട ഓംലെറ്റിൻ്റെ മണ്ടയിൽ കുരുമുളക് പൊടി വിതറുന്നത് പോലെ ഒരു 1000 കോടിയിൽ താഴെ രൂപ, ഏതാണ്ട് ഈ 2 ലക്ഷം കോടിയിൽ നിന്ന് 1000 കോടിയോളം രൂപ ഇങ്ങനെ അങ്ങ് വെതറി വിട്ടു. എന്തൊക്കെ കാര്യത്തിനാണ് വെതറിയതെന്ന് ഞാൻ 30-ാം തീയതിയിലെ ദീപിക പത്രത്തിനകത്തുനിന്ന് ഞാൻ ചിലതൊക്കെ ചിന്തിച്ചു എടുത്തിരുന്നു. ഇസ്ലാമിക പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായ ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ പേരിൽ പൊന്നാനിയിൽ ചരിത്ര ഗവേഷണ സെൻറ്റർ സ്ഥാപിക്കാൻ 3 കോടി രൂപ അനുവദിച്ചു. അതായത് മുസ്ലിങ്ങളെ സൂചിപ്പിക്കാനായി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് 1.5 കോടി, അത് വേറൊരു വിഭാഗത്തിന് അവരെ സൂചിപ്പിക്കാൻ ചെറിയൊരു സംവിധാനം. കാവാരിക്കുളം കണ്ടൻകുമാരൻ പഠന കേന്ദ്രത്തിന് 1.5 കോടി, അതും ഒരു ഭാഗം. മാർ ഇവാനിയോസ് മ്യൂസിയത്തിന് 1.5 കോടി അച്ഛന്മാരെയും സൂചിപ്പിച്ചു. പിന്നെ അങ്ങോട്ട് വന്ന് കന്യാസ്ത്രീമാർക്ക് പെൻഷൻ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞായിരുന്നു, അപ്പോൾ അവരെയും സൂചിപ്പിച്ചു. അങ്ങനെ വിവിധങ്ങളായ സുകുപ്പീര് ഒക്കെ ആയിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ 1.83 ലക്ഷം കോടി വരുമാനമുള്ള, അല്ലെ 2 ലക്ഷം കോടി വരുമാനമുള്ളതിൽ 1000 കോടി ഓംലെറ്റിൻ്റെ മുകളിൽ മുളക് പൊടി ഇങ്ങനെ കുരുമുളക് പൊടി വിതറുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെതറിച്ച ഒരു സംവിധാനം. എന്നിട്ട് ഈ ബഡ്ജറ്റിനെക്കുറിച്ച് കൃത്യമായൊരു കണക്ക് എഴുതിയേക്കുന്നത്, തനത് നികുതി വരവ് 94,2.47 കോടി, ആകെ റവന്യൂ വരവ് എന്ന് പറയുന്നത് 1.83.1 കോടി എന്നാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫും ഒക്കെ ഇന്നത്തെ ദീപിക പത്രം വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് നോക്കുമ്പം സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരവെന്ന് പറയുന്നത് 39, 1 രൂപയെ കണക്ക് കൂട്ടി അവരത് ചെയ്തിരിക്കുന്നത് 39.18 പൈസ. നമ്മളൊരു ശതമാന കണക്ക് നോക്കുമ്പോൾ അത്ര ശതമാനം ഉള്ളപ്പം പൊതു സർവീസുകൾക്ക് ചിലവാക്കാനായിട്ട് വേണ്ടത് 43.97%. ഇതൊന്നും മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലൊന്നും അല്ല കാര്യങ്ങൾ കിടക്കുന്നത്. എന്നിട്ട് പറയുന്നു സാമൂഹിക സർവീസ് 32.23% ഉണ്ട്, സാമ്പത്തിക സർവീസുകൾ 15.13% ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് എന്നാന്ന് ചോദിച്ചാൽ, ഈ വരുമാനത്തിൻ്റെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഈ 1.83 കോടിയുടെ സിംഹഭാഗവും പോകുന്നത് അധികാരവർഗത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന 6.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാരും 6.25 ലക്ഷം പെൻഷൻകാരും ഈ സജീവ രാഷ്ട്രീയക്കാരും അടങ്ങുന്ന ഭരണവർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണ് ഇതിൻ്റെ സിംഹഭാഗവും നീക്കി വെക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നികുതി വരുമാനമായി നമുക്ക് കിട്ടുന്നതിൽ കൂടുതൽ പണം പൊതു സർവീസ് എന്നും പറഞ്ഞ് 43.97% ചിലവായിക്കൊണ്ടിരിക്കുക. രൂപ ചിലവഴിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നതിനകത്ത് പൊതു സർവീസുകൾ 43.97, നമ്മളതൊരു ശതമാനം കണക്ക് കൂട്ടുമ്പോഴും വരവിനേക്കാളും കൂടുതൽ അങ്ങോട്ട് പോവുക. അപ്പോൾ ഈ വലിയ ജനപ്രിയ ബഡ്ജറ്റായിരിക്കും, ജനകീയ ബഡ്ജറ്റായിരിക്കും, ഇലക്ഷന് മുമ്പുള്ള ബഡ്ജറ്റായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കിട്ടും. ഈ കേരളത്തിലെ ഒരു യഥാർത്ഥ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഓരോ വ്യക്തികളുടെയും പ്രശ്നം, അവരിപ്പോൾ ചിന്തിക്കുന്നത് നാടെങ്ങനെ നന്നാകുമെന്നല്ല ഇവിടുത്തെ ആവറേജ് വ്യക്തികൾ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് എനിക്കെന്ത് കിട്ടും,
എനിക്കെന്ത് കിട്ടും? അപ്പോൾ അത് ജനം ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഏറ്റവും അധികമായി പിടി കിട്ടിയേക്കുന്നത് LDFകാർക്കാണ്. അതുകൊണ്ട് പറഞ്ഞു ഇന്നാ പിടിച്ച ഒരു കിറ്റ്. വേറെയും കിറ്റ് കൊടുക്കുന്നവർ കേരളത്തിലുണ്ട്. അവരുടെ എന്താ, അവർക്കും അറിയാം ജനത്തിൻ്റെ ചിന്തയെന്ന് പറയുന്നത് ആത്യന്തികമായി എനിക്കെന്ത് കിട്ടും, ഇപ്പം എന്നാ കിട്ടും, നാളത്തെ കാര്യമോ നാളെ മുടിയുന്നതോ ഒന്നും എനിക്ക് വിഷയമല്ല. അത് ആത്യന്തികമായി LDFകാർക്ക് പിടി കിട്ടി. ജനം ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ജനത്തിന് എന്നതേലും ഒന്ന് കൊടുക്കാം. അപ്പോൾ തന്നെ ഈ ബഡ്ജറ്റ് വന്നപ്പോൾ ജനം ചിന്തിച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് ധനമന്ത്രി എന്നാ കാണിച്ചു, എല്ലാവർക്കും ഇച്ചിരിച്ച് ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും കൊടുത്തു. ഇതിപ്പം മുസ്ലിങ്ങൾക്ക് പരാതിയില്ല, അവർക്ക് ശകലം കൊടുത്തു. ഹിന്ദുക്കൾക്കും പരാതിയില്ല, അവർക്കും ഇച്ചിരി കൊടുത്തു. പിന്നെ അച്ഛന്മാർക്കും ഇച്ചിരി കൊടുത്തു, കന്യാസ്ത്രീമാർക്കും ഇച്ചിരി കൊടുത്തു. ഇനി ഇതിനകത്ത് നോക്കിയോണേ, വേറൊരു ഭാഗത്ത് പറയാം, ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതിക്കാരുടെയും മറ്റ് ശിപാർശിത വിഭാഗങ്ങളുടെയും സുസ്ഥിര ഉപജീവനത്തിനായി ആരംഭിക്കുന്ന പരിവർത്തിത ക്രൈസ്തവ ശിപാർശിത വിഭാഗ ഉപജീവന സഹായ പദ്ധതി കോട്ടയത്തെ പരിവർത്തിത കോർപ്പറേഷൻ മുഖേന ഇത് നടപ്പാക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ, നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ പെന്തക്കോസ് വിഭാഗങ്ങളിൽ പെടുന്ന ഒരു വിഭാഗത്തിനെയും കൂടെ സൂപ്പിക്കാനുള്ള പരിപാടി. സർക്കാർ പറയുന്നത് ഞങ്ങൾ മതേതര സർക്കാരാണ്. പക്ഷേ ഇതിനകത്ത് നോക്കുമ്പം ജനം എന്ന കൺസെപ്റ്റിലല്ല, മതം എന്ന കൺസെപ്റ്റിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വരുന്നത്. മതം എന്ന കൺസെപ്റ്റ് ചെയ്യുമ്പം ഇത് ആ വിഭാഗത്തിനെ ഈ വിഭാഗത്തിനെ എല്ലാവരെയും അങ്ങ് സൂപ്പിച്ചുകൊണ്ട് പോകാവുന്ന ഒരു സംവിധാനം. പക്ഷേ നല്ല ഭാഗം ആര് കൊണ്ടുപോയി? ആദ്യം നമ്മൾ ചെന്നായ പറഞ്ഞ പോലെ ഇതിൻ്റെ സിംഹഭാഗവും അധികാരവർഗം കൊണ്ടുപോയി. ഇങ്ങനെ അധികാരവർഗം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ പ്രധാന ഭാഗം അധികാരവർഗം കൊണ്ടുപോയി ഇവിടുത്തെ പൊതുജനത്തിൽ സാധാരണക്കാർക്ക് ഇങ്ങനെ മുളക് പൊടി സ്പ്രേ ചെയ്യുന്നത് പോലെ ശകലം മാത്രം തരുന്നെങ്കിൽ ഇതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ ഈ സിസ്റ്റം തന്നെ പൊളിച്ചു കളയണം. സിസ്റ്റം എന്താ? 2 ലക്ഷം കോടി വരുമാനം വരുമ്പം അതിൻ്റെ സിംഹഭാഗവും ഉദ്യോഗസ്ഥക്കാർക്കും രാഷ്ട്രീയക്കാർക്കും അവരുടെ ആ സംവിധാനത്തിനും വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് ഇവിടുത്തെ സിസ്റ്റം. അതാണ് മന്ത്രി പറഞ്ഞത് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടെന്ന്. ഈ സിസ്റ്റം പൊളിച്ചിട്ട് ജോലിക്കാർ 2.5 ലക്ഷം ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാർ, കേരള ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരുടെ എണ്ണം 2.5 ലക്ഷത്തിലേക്ക് ചുരുക്കിയേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പെൻഷൻകാർക്ക്, കുറഞ്ഞ ശമ്പളക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ ഒരു 20,000 രൂപയും കൂടിയവർക്ക് ഒരു 30,000 രൂപയിലും പെൻഷൻ സീല് ചെയ്യാതെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റിയല്ല. എന്ന് മാത്രമല്ല, ഒരാൾക്ക് ഒരു പെൻഷൻ. മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, അനാവശ്യ പെൻഷനുകളെല്ലാം എടുത്തു കളയണം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞു 2 വർഷം ജോലി ചെയ്യുന്ന പേഴ്സണൽ സ്റ്റാഫിന് ഇത്രയും വലിയ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെ ഇല്ലെന്നോ എന്ന് പറഞ്ഞാൽ ഈ പെൻഷൻ എടുത്തു കളയേണ്ടതാണ്. കോടതികളിൽ പോയി കൃത്യമായി കേസുകൾ നടത്താമെങ്കിൽ ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പെൻഷനൊക്കെ എടുത്തു കളയാം. അപ്പം ഞാൻ പറയുന്നത്, ബഡ്ജറ്റ് നമ്മൾ പഠിക്കുമ്പം പൊതുജനത്തിന് ഓംലറ്റിൽ മുളക് പൊടി ചെതറുന്നത് പോലെ ശകലം ബാക്കി ഏതാണ്ടൊക്കെ കാണിച്ചു വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗുണമാവില്ല. ഈ സിസ്റ്റം തകർക്കണം, തകർത്ത് പുതിയ സിസ്റ്റം കൊണ്ടുവരണം എന്ന പ്രധാന വിഷയം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.